അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരും ഒരു യുദ്ധവെറിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഇതിന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യേണ്ട ഒരു വിഷയത്തെ പറ്റിയിട്ടാണ്. ഞങ്ങളിന്ന് മട്ടാഞ്ചേരിയിൽ ഒരു ആവശ്യമായിട്ട് പോയതാണ്. അപ്പോൾ പോയി വരുന്ന വഴി എറണാകുളം മറൈൻ ഡ്രൈവില് ഒരാളെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ആള് കുറച്ച് പോസ്റ്റ് തന്ന കാരണം നമ്മൾ വെറുതെ മറൈൻ ഡ്രൈവിന്റെ ബോൾഗാട്ടിയുടെ ഭാഗങ്ങളിൽ ചുമ്മാ ഒന്ന് കറങ്ങി വന്നു. അവിടെയൊക്കെ കണ്ട കാഴ്ചകൾ വളരെ വിഷമിപ്പിക്കുന്നതാണ്. കാരണം ഒരുപാട് പെൺകുട്ടികൾ ഈ മറൈൻ ഡ്രൈവിന്റെ ഓരോ മരങ്ങളുടെ പിന്നിലും ബോൾഗാട്ടിയുടെ കാടുകൾക്കുള്ളിലും ഈ കണ്ടെയ്നറിന്റെ അറ്റത്തുള്ള ഓരോ സൈഡുകളിലും കൂടിയിരിക്കുകയാണ് പെൺകുട്ടികൾ, ആൺകുട്ടികൾ. ഒരു ആൺകുട്ടിയോടൊപ്പം 3 പെൺകുട്ടി. ഈ കുട്ടികളെയൊക്കെ നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ എറണാകുളം ജില്ലക്കാരല്ല, എറണാകുളത്തിന്റെ പുറത്തുള്ള മറ്റു ജില്ലകളിൽ നിന്ന് മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ ഇവിടെ പഠിക്കാൻ വന്ന കുട്ടികളാണ് ഇവര്. പഠിക്കാൻ വന്നവര്, പല ജോലി എന്ന് പറഞ്ഞു വന്നവര് ഇതേപോലെ ഓരോ കാടുകൾക്കും മരങ്ങൾക്കിടയിൽ ഇരുന്നിട്ട് അവരവരുടെ സമയം കളയുകയാണ്. ഇത് ചോദിക്കാൻ ചെന്ന അത് സദാചാര പോലീസ് ചെന്നാലും നാട്ടുകാർ ചെന്നാലും ഒക്കെ വലിയൊരു വിഷയമാക്കി മാറ്റും. പക്ഷെ ഈ കൂടിയിരിക്കുന്നതോ സംസാരിക്കുന്നതോ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇതിന്റെയൊക്കെ പിന്നിൽ വലിയൊരു മയക്കുമരുന്ന് മാഫിയ ഈ കൊച്ചി കേന്ദ്രീകരിച്ച് വളരുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണകൂടത്തെ, പോലീസിനെ വിമർശിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്നോടും അതേപോലെ തന്നെയുള്ള ഓരോ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളെ നിരീക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ ഡോക്ടറും എഞ്ചിനീയറും വക്കീലും ഒക്കെ ആക്കാൻ വേണ്ടി വീട് ലോൺ എടുത്തും വിദ്യാഭ്യാസ ലോൺ എടുത്തും വൻതുകകൾ കടം വാങ്ങിയും നമ്മൾ മറ്റു സ്ഥലങ്ങളിലോട്ട് അയക്കുകയാണ്. ഈ എറണാകുളത്തെ ഈ ടൗണിന്റെ അവസ്ഥ മാത്രമല്ല, ഈ ബാംഗ്ലൂരും ചെന്നൈയിലും അതേപോലെ മിക്ക മെട്രോപൊളിറ്റൻ സിറ്റികളിലും ഒക്കെ തന്നെ ഇത്തരം കാഴ്ചകളാണ്. നമ്മളെ ഓരോ കല്യാണങ്ങളിലും അല്ലെങ്കിൽ മരണ വീടുകളിലും അയൽപക്കങ്ങളിലും ബന്ധുക്കളോടൊക്കെ മക്കൾ എന്ത് ചെയ്യുന്നു? മക്കള് അവിടെ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്, MBBS പഠിക്കുകയാണ്, LLBക്ക് പഠിക്കുകയാണെന്ന് അഭിമാനത്തോടുകൂടി നാം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മക്കൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ മക്കളെ വിശ്വസിക്കുകയാണ് നമ്മൾ. എനിക്ക് എന്റെ മക്കളെ ഭയങ്കര വിശ്വാസമാണ്. ആ വിശ്വാസത്തെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത്, പിന്നെ നിങ്ങൾ ഇപ്പോ മറ്റു ജില്ലക്കാരായ ആളുകൾ കുട്ടികളോട് പഠിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ഒരു 2 ദിവസത്തെ സമയം നിങ്ങൾ മാറ്റിവെക്കുക. ഈ കൊച്ചിയിലോ അതേപോലെ മറ്റു സ്ഥലങ്ങളിലോ പഠിക്കുന്ന കുട്ടികളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വരികയും അവർ പഠിക്കുന്ന ഹോസ്റ്റലിന് സമീപം നിങ്ങൾ താമസിക്കുകയും അവരുടെ പോക്കും അവരുടെ വരവും അവരുടെ കൂട്ടും എല്ലാം നിങ്ങൾ 2 ദിവസം നിരീക്ഷിക്കുക. അതുപോലെ പരമാവധി സിം കണക്ഷൻ നമ്മൾ മാതാപിതാക്കൾ ബെല്ലെടുത്ത് കൊടുക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അവർ സ്ഥിരം ആരെ ബന്ധപ്പെടുന്നു, ആരായിട്ട് സംസാരിക്കുന്നു, ആരോടെ പോകുന്നു എന്നുള്ളത്. ഇതല്ലാണ്ട് നമ്മൾ മക്കൾ വീഡിയോ കോൾ ചെയ്യും. നമുക്ക് എല്ലാ ദിവസവും രാത്രി പള്ളിയിൽ നിന്ന് വിളിക്കും, അല്ലെങ്കിൽ വെറുതെ ഇട്ട് വിളിക്കും. അവന്റെ മക്കള് നമ്മൾ സമാധാനത്തോട് കിടന്നുറങ്ങും. പക്ഷെ അവർ നമ്മളെ കബളിപ്പിക്കുകയാണെന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടാവും. ഈ നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറും ഡോക്ടറും വക്കീലുമൊക്കെ ആയി നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് കരുതിയ നമ്മുടെ മക്കള് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിലെ അഫാനെ പോലെ 300 രൂപയുടെ ചുറ്റികയും വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരാനുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കരുത്. ഭരണകൂടങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ മയക്കുമരുന്ന് കേസിൽ വധശിക്ഷയാക്കാനുള്ള നിയമം നടപ്പിലാക്കണമെന്നാണ്. ഈ ATS, ആന്റി ടെററിസ്റ്റ് കോഡ്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ED, ഇതിനൊക്കെ ഈ കൊച്ചിയിൽ വലിയ വലിയ ആഡംബര ഓഫീസുകളാണ് പണിത് കൂട്ടിയിട്ടുള്ളത്. യഥാർത്ഥത്തില് ഒരു ജനതയെ മൊത്തം കാവുന്നതിനൊരു വിഷയം, ഒരു ജനത ഇവിടെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതിന്റെയൊക്കെ ഒരു ആവശ്യമുള്ളൂ. ഒരു ജനതയെ മൊത്തം കാവുന്നതിനും നശിപ്പിക്കുന്ന ഈ മയക്കുമരുന്നിനെതിരെ, ഈ വിപത്തിനെതിരെ ഒരു പ്രത്യേക പോലീസ് വിഭാഗം ഉണ്ടാക്കുകയും പ്രത്യേക ഓഫീസ് സംവിധാനം ഉണ്ടാക്കുകയും പ്രത്യേക കോടതി സ്ഥാപിക്കുകയും പ്രത്യേക ജയിൽ ഇതിനു വേണ്ടി സ്ഥാപിക്കുകയും ഇതിന്റെ നിയമ നടപടികൾ എത്രയും വേഗത്തിലാക്കുകയും ചെയ്ത് ഉചിതമായ ശിക്ഷ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഭരണകൂടങ്ങൾക്ക് ഇതിനെ തടയിടാൻ കഴിയും. എന്ത് കേസ് പിടിച്ചിട്ടാണെങ്കിലും 2 മാസം കഴിഞ്ഞ് പുറത്തിറങ്ങാവോ എന്ന ഒരു ചിന്തയാണ് പിന്നെയും ഇവരെക്കൊണ്ടിരിക്കുന്നത്. ഈ മയക്കുമരുന്ന്, കഞ്ചാവ് കേസുകൾ എടുത്തു നോക്കിയാൽ തുടർച്ചയായി ക്രൈം ചെയ്യുന്നവരാണ്. മയക്കുമരുന്ന് പിടിക്കുക, ജയിലിൽ പോവുക, തിരിച്ചു വരിക, പിന്നെയും പോവുക, ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇവരുടെ ഒരു 2-3 വധശിക്ഷ തന്നെ നടപ്പിലാക്കുകയാണെങ്കിൽ പിന്നെ അതിനെ അവർ ഭയക്കും. ശക്തമായ നിയമങ്ങൾ ഉള്ളിടത്തെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ മാതാപിതാക്കളും അതുപോലെ ഭരണകൂടങ്ങളും ഉണർന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ യുദ്ധവെറിയും നമ്മുടെ പ്രതിരോധവും ഒക്കെ ഒരു ജനതയെ കാർന്നു തിന്നുന്ന
മയക്കുമരുന്നിനെതിരെ ആവട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല